ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വൈഫൈനെ കുറിച്ചിട്ടാണ്. അതായത് ഡുവൽ ബാൻഡ് വൈഫൈയിൽ നമ്മൾക്ക് രണ്ട് തരം വൈഫൈ കിട്ടുന്നുണ്ട്, രണ്ട് ബാൻഡ് വൈഫൈ കിട്ടുന്നുണ്ട്. അതായത് 2.4 ഗിഗാഹെർട്സും അതുപോലെ തന്നെ 5 ഗിഗാഹെർട്സും. ഓക്കെ, അപ്പം ഇന്നലെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇപ്പം 5 ഗിഗാഹെർട്സിൽ കണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോണ് അതിൻ്റെ 5 ഗിഗാഹെർട്സിൻ്റെ റേഞ്ച് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2.4 ഗിഗാഹെർട്സിലേക്ക് കണക്ട് ആവുന്നുള്ളത്. ഇത് നോർമലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലാതെ മെഷ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഈ റൗട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇത് 2-3 റൗട്ടറിന് അല്ലെങ്കിൽ ഈ റിപ്പീറ്റർ പോലത്തെ ഉപകരണങ്ങളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സംവിധാനം. അത് ഒന്നിനും റേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത റേഞ്ച് എടുത്തിട്ട് നമ്മൾ കണക്ട് ആക്കി തരും. അതല്ലാതെ നമ്മുടെ ഫോണിലും ഓപ്ഷൻസുകളുണ്ട്. അതായത് നമ്മൾക്കറിയാം, നമ്മൾ നോർമലായിട്ട് ഒരു ഫോണിൽ ഒരു പുതിയ നെറ്റ്വർക്ക് ആഡ് ചെയ്യുമ്പം അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ എനേബിൾ ആവുന്ന ഒരു ഫംഗ്ഷനാണ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഓട്ടോ കണക്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഓട്ടോ കണക്ട് ഓൺ ആണെങ്കിൽ നമ്മൾ രണ്ടാമത് ആ സ്ഥലത്തെത്തുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവും. അപ്പം ഞാൻ നോർമലായിട്ട് ചെയ്തു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2.4 ഗിഗാഹെർട്സ് ആയിരിക്കും നമ്മൾക്ക് എപ്പോഴും 5 ഗിഗാഹെർട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ 5 ഗിഗാഹെർട്സ് ഓട്ടോ കണക്ട് ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. 2.4 ഗിഗാഹെർട്സ് ആണ് ഓണാക്കി വെച്ചിട്ടുള്ളത്. എപ്പോഴാണ് അത്യാവശ്യം വരുന്നത് അപ്പോൾ വൈഫൈ എടുത്തിട്ട് 5 ഗിഗാഹെർട്സ് ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്യാണ് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം 5 ഗിഗാഹെർട്സ് ഓട്ടോ കണക്ഷൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. 2.4 ആണ് ഓട്ടോ കണക്ട് ഓണാക്കി വെച്ചിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളെ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണ്. അതുപോലെ തന്നെ വേറെ വൈഫൈ ആയിട്ടൊന്നും കണക്ട് ആയിട്ടില്ല. നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടുന്ന് ഇതിനകത്ത് കയറിയിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിവിടെ വൈഫൈ ഓൺ ചെയ്തിട്ടുണ്ട്. സെർച്ച് അടക്കമാണ്. ഓക്കെ, രണ്ട് വൈഫൈ വന്നിട്ടുണ്ട് ഇവിടെ. കേരള വിഷൻ മുഹമ്മദ് എന്നുള്ളതും 5G എന്നുള്ളതും രണ്ടും എൻ്റെ തന്നെയാണ്. അപ്പോൾ ആദ്യം കണക്ട് ആയിട്ടുള്ളത് 2.4ലേക്കാണ്. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ 2.4 നേരെയുള്ള ഇൻഫോ ആ ചിഹ്നം ഉണ്ടല്ലേ, അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ താഴെ ഓട്ടോ കണക്ട് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റിന് 2.4 കണക്ട് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ 5Gയുടെ എടുക്കുകയാണെങ്കിൽ അതിൽ ഇത് ഓൺ അല്ല, അതുകൊണ്ടാണ് കണക്ട് ആവാത്തത്. നേരെ മറിച്ച് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ വൈഫൈ ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാണ് ആദ്യം കണക്ട് ആവുമെന്ന് നോക്കാം. ഇപ്പം ഇത് ഓൺ ചെയ്ത സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 2.4നെയാണ് ഫസ്റ്റ് കണക്ട് ആയത്. അപ്പം അതിന് ശേഷമാണ് ഈ 5G കണക്ട് ആയിട്ടുള്ളത്. അപ്പം സിഗ്നൽ കുറച്ചും കൂടി കൂടുതൽ 2.4നാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 5Gക്കാണ് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓട്ടോ കണക്ട് ഇവിടുന്ന് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 5Gയുടെ ഓട്ടോ കണക്ട് ഓൺ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വൈഫൈ ഓഫാക്കിയിട്ട് ഓൺ ചെയ്യാം. ഇപ്പോൾ 5G ആണ് ആദ്യം കണക്ട് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ എന്താ പറയുക, അതിൻ്റെ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റേഞ്ച് മാറിക്ക് ഞാൻ പെട്ടെന്ന് മാറി കണക്ട് ആവേണ്ട ഓപ്ഷൻസ് ഒന്നും ഇവിടെ കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അതുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇത്തരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ നോർമലായിട്ട് ഞാൻ പറഞ്ഞില്ലേ 5G ഉപയോഗിക്കുക ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല വീഡിയോസൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതേപോലെ നിങ്ങൾ ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവുന്ന നമുക്ക് ക്രമീകരിക്കുക, ഏതാണ് ആദ്യം കണക്ട് ആവണമെന്നുള്ള കാര്യം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 5G കണക്ട് ആയ സമയത്ത് നമ്മൾ 2.4 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കണക്ട് ആവുന്നതാണ്. അതിൽ നമുക്ക് വലിയ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലാണ് എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൺട്രോൾ സെറ്റിങ്സ് എനിക്ക് ഏതാണോ ഫസ്റ്റ് കണക്ട് ആവേണ്ടത് അത് ഓട്ടോ കണക്ഷൻ ഓണാക്കി വെക്കുകയും മറ്റേത് ഓഫാക്കി വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പം ചില സമയങ്ങളിൽ ഇത് റേഞ്ച് അനുസരിച്ചിട്ട് 5Gയിലും 2.4ലും പവർ കൂടുതലാണെങ്കിൽ ചാൻസ് കൂടുതൽ ഈ പറഞ്ഞ 5G എടുക്കാനായിരിക്കും. പക്ഷേങ്കിൽ ഫോൺ സ്ഥിരമായിട്ട് 2.4 തന്നെ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 2.4ലേക്ക് തന്നെ കണക്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, കൃത്യമായിട്ട് ഈ പറയുന്ന 5 ഗിഗാഹെർട്സ് കട്ടാവുകയാണെങ്കിൽ 2.4 ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അഥവാ ചിലപ്പോൾ
ഓരോ ഫോണുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനാണ്. ആ ഫോൺ എങ്ങനെയാണോ അതിൻ്റെ വൈഫൈ കോൺഫിഗറേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കും. ചിലത് നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അഡ്വാൻസ് സെറ്റിങ്സിൽ ഇതുപോലെ തന്നെ റേഞ്ച് കൂടിയ വൈഫൈയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഡിഫാൾട്ട് കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ ഓണാക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടാകും. അതൊക്കെ പുതിയ പുതിയ ഫോണുകളിൽ കൊടുക്കുന്ന ഫീച്ചറുകളാണ്. പഴയ എല്ലാ ഫോണുകളിലും അത് ലഭിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വൈഫൈൻ്റെ 2.4 5 GHz തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സാധാരണ പറയുന്നത്. അപ്പം അത് എനിക്ക് ഇങ്ങനെയാണ് സംഭവിക്കാറ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾക്ക് എല്ലാ സമയത്തും ഈ 5 GHz വേണം എന്നില്ല. ഓക്കെ, നമ്മൾ എന്തെങ്കിലും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഗെയിം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ മറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ഈ വൈഫൈ വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ 5 GHz ആണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വൈഫൈ ഹോട്ട്സ്പോട്ട് ഓണാക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 2.4 ആണോ 5 GHz ആണോ വേണ്ടത് എന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക, നമ്മൾ 5 GHzൻ്റെ ഹോട്ട്സ്പോട്ടാണ് ഓണാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അടുത്ത ഫോണിലും 5 GHz സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്പീഡ് അവർക്ക് ലഭിക്കുള്ളൂ. അവരുടെ ഫോണിൽ 2.4 മാത്രമാണെങ്കിൽ അവർക്ക് ഈ ഒരു ഹോട്ട്സ്പോട്ടേ കാണിക്കത്തില്ല. ഓക്കെ, അപ്പം നിങ്ങളത് കണ്ടുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.